നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രനാണ് വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ്. അച്ഛനൊപ്പം കുട്ടിക്കാലത്ത് ചില സിനിമകളിൽ സഞ്ജയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ പോലെ തന്നെ ആരാധകർ മകനുമുണ്ട്. ഭാര്യ സംഗീതയുമായി വേർപിരിയാനുള്ള തീരുമാനം വിജയ് എടുത്ത ശേഷം മക്കളായ സഞ്ജയും ദിവ്യ സാക്ഷിയും നടനിൽ നിന്നും അകന്നിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. എന്നാൽ പിതാവ് എന്ന രീതിയിൽ വിജയ്ക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മക്കളുടെ മനസ്സിൽ സ്ഥാനമുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്. രാഷ്ട്രീയത്തിൽ സജീവമായതോടെ സിനിമ അഭിനയം നിർത്തിവെച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. അതേസമയം വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ആകട്ടെ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നടനായിട്ടല്ല, സംവിധായകനായിട്ടാണ് ജെയ്സന്റെ അരങ്ങേറ്റം. ജെയ്സൺ സംവിധാനം ചെയ്യുന്ന സിഗ്മ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ. വിജയുടെ മകൻ ആയതുകൊണ്ട് തന്നെ ജെയ്സൺ അഭിനയത്തിലേക്ക് തിരിയും എന്നാണ് ആരാധകർ എല്ലാവരും പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സംവിധായകനായിട്ടാണ് താല്പര്യം എന്നാണ്, നടനാകാനുള്ള പ്ലാൻ ഇല്ലെന്നുമാണ് ജെയ്സൺ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രേമം പോലൊരു ഹിറ്റ് ചിത്രമൊരുക്കിയ സംവിധായകൻ അൽഫോൺസ് പുത്രൻ അഭിനയിക്കുവാൻ അവസരം ഓഫർ ചെയ്തിട്ട് താനത് നിരസിക്കുകയായിരുന്നുവെന്നും ജെയ്സൺ വെളിപ്പെടുത്തിയിരുന്നു. ആനന്ദ വികടന് നൽകിയ അഭിമുഖത്തിലാണ് ജെയ്സൺ സഞ്ജയ് ഈ കാര്യം തുറന്നു പറഞ്ഞത്. തന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഒരു ചിത്രത്തിലേക്ക് അൽഫോൺസ് പുത്രൻ നായകനായ വേഷത്തിലേക്ക് ക്ഷണിച്ചത്. അന്ന് തനിക്ക് ഏകദേശം പ്രായം ഒരു 20 വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമ ഒരു കരിയറായി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് അന്ന് ഗൗരവമായി ആലോചിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും ജെയ്സൺ തുറന്നു പറയുകയുണ്ടായി. അൽഫോൺസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു യൂത്ത് സ്റ്റോറിയായിരുന്നു. പക്ഷേ അഭിനയിക്കാനാകുമോ, സിനിമയിലേക്ക് വരാനാകുമോ എന്ന് ഉറപ്പില്ലാത്തത് ആ അവസരം ഞാൻ സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു. ആ സിനിമയിലെ കഥ ഞാൻ കേട്ടിരുന്നില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു സംവിധായകന്റെ കഥ കേട്ടതിന് ശേഷം അത് വേണ്ടെന്ന് വെക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ കഥാപാത്രത്തിന് കൂടുതൽ അനുയോജ്യനായ മറ്റൊരാളെ കണ്ടെത്തുവാൻ ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. എങ്കിലും അൽഫോൺസ് പുത്രനെ തന്നെ പരിഗണിച്ചതിന് അഭിമാനവും മറക്കാനാകാത്തതുമായ ഒരു നിമിഷമായിരുന്നുവെന്നും ജെയ്സൺ സഞ്ജയ് പറയുന്നുണ്ട്. സംവിധായകന്റെ കുപ്പായം അണിഞ്ഞിരിക്കുമ്പോഴും സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രമോഷൻ വീഡിയോകളിൽ സഞ്ജയ് അഭിനയിക്കുന്നുമുണ്ട്. അത് പക്ഷേ താൻ അഭിനയ മേഖലയിലേക്ക് കടന്നുവരും എന്നതിന്റെ തുടക്കമായിട്ടൊന്നും കാണരുതെന്നും സഞ്ജയ് തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ താൻ പ്രാധാന്യം നൽകുന്നത് സിഗ്മ എന്ന തന്റെ സിനിമയെ വിജയകരമായ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നതിനാണ്. അതിനുശേഷം മാത്രമേ അഭിനയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആകൂ എന്നും ജെയ്സൺ സഞ്ജയ് തുറന്നു പറയുന്നുണ്ട്. സിനിമാ രംഗത്ത് കടന്നുവരാൻ തീരുമാനിച്ചപ്പോൾ കുടുംബം നൽകിയ പിന്തുണയെക്കുറിച്ച് അഭിമുഖത്തിൽ സഞ്ജയ് വിശദീകരിച്ചിരുന്നു. സംവിധായകനെന്ന നിലയിൽ സഞ്ജയ് അരങ്ങേറ്റം കുറിക്കുന്ന സിഗ്മ സിനിമ റിലീസിനൊരുങ്ങുന്നതിനിടെയാണ് മനസ്സ് തുറന്ന് താരം സംസാരിച്ചിരിക്കുന്നത്. സിനിമയെ കരിയറായി തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ആ കാര്യം ഏറ്റവും അടുത്തവരോടാണ് പങ്കുവച്ചത് എന്നാണ് ജെയ്സൺ പറയുന്നത്. ഞാൻ മാതാപിതാക്കളോടും സഹോദരിയോടും സുഹൃത്തുക്കളോടും സംസാരിച്ചിരുന്നു. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടായിരുന്നു അത് അംഗീകരിച്ചത്. അത് എനിക്ക് വലിയ ആത്മവിശ്വാസവും ഊർജവും നൽകിയതാണ്. ഇപ്പോഴാണ് അവർ എന്നിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സിഗ്മയുടെ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ വിജയ് സേതുപതി സാറും സൂര്യ സാറും ഉൾപ്പെടെയുള്ള നിരവധി പേർ ആശംസകൾ അറിയിച്ച് എത്തിയിരുന്നു. പലരുടെയും അനുഗ്രഹവും എനിക്ക് ലഭിച്ചുവെന്നും ജെയ്സൺ സഞ്ജയ് പറയുന്നുണ്ട്. സിഗ്മയ്ക്ക് ശേഷം ചെയ്യാനായി 2-3 കഥകൾ ഇതിനോടകം മനസ്സിലുണ്ടെന്നും ജെയ്സൺ വെളിപ്പെടുത്തുകയുണ്ടായി. എന്റെ മനസ്സിൽ 3ഓളം മികച്ച കഥകളുണ്ട്. സിഗ്മ റിലീസായതിനു ശേഷം അവ വികസിപ്പിക്കുവാൻ തുടങ്ങും. ചെറുപ്പം മുതലേ സിനിമയോടുള്ള ഇഷ്ടം വളർന്നതിന്റെ കാരണം ജെയ്സൺ സഞ്ജയ് പങ്കുവെക്കുന്നുണ്ട്. ഞാനൊരു സിനിമാ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായം മുതൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോകാറുണ്ടായിരുന്നു. നിരവധി പ്രീമിയർ ഷോകളും കണ്ടിട്ടുണ്ട്. സിനിമ കാണുന്നത് എപ്പോഴും എന്റെ പ്രധാന വിനോദങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ ലോകമെമ്പാടുള്ള വിവിധ ഭാഷകളിലെയും വ്യത്യസ്തമായ വിഭാഗങ്ങളിലും സിനിമകൾ കാണാനുള്ള അവസരങ്ങളുണ്ട്. സിനിമ കാണുമ്പോൾ കഥ പറയുന്ന രീതിയാണ് താൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും ജെയ്സൺ പറയുന്നുണ്ട്. ഒരു സിനിമ കാണുമ്പോൾ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എനിക്ക് അതൊരു ഗെയിം പോലെയാണ് തോന്നിയിരുന്നത്. സിനിമ കാണാത്ത സുഹൃത്തുക്കളോട് അതിന്റെ കഥ വലിയ ആവേശത്തോടെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ. കഥ പറയുവാനുള്ള ആ ശീലമായിരിക്കാം എന്നെ സിനിമയിലേക്ക് നയിച്ചത് തുടക്കം. ജെയ്സൺ പറയുന്നത് ഇങ്ങനെയായിരുന്നു. കാനഡയിൽ പഠിക്കുമ്പോൾ ഞാൻ 120 പേജുള്ള ഒരു തിരക്കഥ എഴുതിയിരുന്നു. എന്നാൽ അന്ന് അത് ഫീച്ചർ ഫിലിമാക്കാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നൊരു രംഗം മാത്രം ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ മുഴുവൻ കഥയും ചുരുക്കി ഒരു ഹ്രസ്വചിത്രമാക്കാനോ ആയിരുന്നു അന്ന് ആലോചിച്ചിരുന്നത്. ഒടുവിൽ അത് 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം ആക്കുകയായിരുന്നു.
ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യുവാൻ കഴിയുക, എന്താണ് എന്റെ ശക്തിയും ദൗർബല്യവും എന്ന് മനസ്സിലാക്കാനുമായിരുന്നു ആ സിനിമ ഒരുക്കിയത്. പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം 3ഓളം വ്യത്യസ്തമായ കഥകൾ വികസിപ്പിച്ചെടുത്തു. അതിൽ ഒരു ആശയം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അത് സുഹൃത്തുക്കളോടും സിനിമയെക്കുറിച്ച് അറിവുള്ളവരോടും പങ്കുവെക്കുകയായിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് കുറവുകൾ തിരുത്തുകയും മികച്ച കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. എന്റെ അമ്മാവൻ സഞ്ജീവ് വഴിയാണ് നിർമ്മാതാവ് തമിഴ് കുമാർ സാറിനെ കാണുന്നത്. അപ്പോഴും ഞാൻ സിനിമ സംവിധാനം ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല. ഒരു നിർമ്മാതാവിനോട് കഥ പറഞ്ഞ അനുഭവം നേടാമെന്ന ചിന്ത മാത്രമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. കഥ കേട്ട് തമിഴ് കുമാർ സാറിന് അത് വളരെ ഇഷ്ടമായി. പിന്നീട് സുഭാസ്കർ സാറിനെ കണ്ടു. അദ്ദേഹത്തിന്റെ കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന സിഗ്മ രൂപപ്പെട്ടതെന്നും സഞ്ജയ് പറയുന്നുണ്ട്.